നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ച ഇന്ത്യ ഏതായിരുന്നു? മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ, അഹിംസയുടെയും സഹിഷ്ണുതയുടെയും സത്യാഗ്രഹത്തിന്റെയും ഇന്ത്യ, ജവഹർലാൽ നെഹ്റു ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഇന്ത്യ, സമാധാനത്തെയും നയതന്ത്രത്തെയും ഉയർത്തിപ്പിടിച്ച ഇന്ത്യ, ഡോക്ടർ BR അംബേദ്കറുടെ ഭരണഘടന വിഭാവനം ചെയ്ത നീതിയും സമത്വവും എല്ലാവർക്കും ഉറപ്പു നൽകുന്ന ഇന്ത്യ. അത്തരമൊരു ഇന്ത്യയെക്കുറിച്ചാണ് നാം പഠിച്ചത്. എന്നാൽ ഇന്ന് ഒരു റിപ്പോർട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയെക്കുറിച്ചും അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്കിനെക്കുറിച്ചും വിശദമായി ഗുരുതരമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് ജിഹാദിയും പാകിസ്ഥാനിയും ഇറാഖിയും ഇറാൻകാരനും ഒന്നും ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ട് അതിന്റെ ഹൈലൈറ്റ്സുകൾ ഞാനൊന്ന് വായിക്കാം. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, സൈനിക വാഹനങ്ങൾ എന്നിവയുടെ ഭാഗങ്ങളാണ് ഈ കാലയളവിൽ ഇന്ത്യ ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചത്. സൈനിക ഗ്രേഡ് ആയുധങ്ങൾക്കായുള്ള ചെറിയ ആയുധഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 5,64,970 സ്ഫോടക സാമഗ്രികളും ഇക്കാലയളവിൽ ഇന്ത്യ ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൈനിക വാഹനങ്ങളുടെ 298 ഘടകങ്ങളും ഇന്ത്യ ഈ കാലയളവിൽ കയറ്റി അയച്ചു. ഇസ്രായേലി സായുധ സേനയ്ക്ക് നേരിട്ട് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഇസ്രായേലി കമ്പനികൾക്കാണ് ഈ വാഹന ഭാഗങ്ങൾ വിതരണം ചെയ്തതെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായി തന്നെ ഈ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിൽ സാധാരണ മനുഷ്യരാണ് ഏറ്റവും വലിയ ഇരകളാകുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും നിരപരാധികളായ ജനങ്ങളുമാണ് ഏറ്റവും വലിയ വില നൽകുന്നത്. അത്തരം സാഹചര്യത്തിൽ യുദ്ധം തുടരുന്ന ഒരു രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നത് ധാർമ്മികമായി ന്യായീകരിക്കാനാകുമോ? കൊല്ലുന്നവനെ ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നത് എത്രയോ വലിയ തെറ്റുമാണ്. ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ പോലും ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ, പ്രതിയെ പിടിച്ചാൽ പിന്നീട് കണ്ടെത്തുന്നത് ആയുധമായിരിക്കും, അല്ലെ? കാരണം ആയുധമാണ് ആ കൊലയ്ക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട വസ്തു. ഇസ്രായേൽ എന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വംശഹത്യ നടത്തുന്ന കുറ്റവാളിയായി പ്രഖ്യാപിച്ച രാജ്യത്തിന് ഏകദേശം 3000 തവണ ആയുധങ്ങൾ വിറ്റത്രേ നമ്മുടെ സാക്ഷാൽ നരേന്ദ്രമോദിജി. ആ ആയുധങ്ങൾ വിറ്റു എന്ന് മാത്രമല്ല, ആ ആയുധങ്ങൾ വിൽക്കുന്ന കച്ചവടത്തിൽ സന്തോഷമായി പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആ സംഘർഷഭൂമിയിലെ സംഘർഷം അടങ്ങി ഒതുങ്ങിയപ്പോൾ ആ സംഘർഷഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത ഓരോ അവശിഷ്ടങ്ങളിലും ഇന്ത്യൻ ആയുധങ്ങളുടെ മുദ്രയുണ്ടായിരുന്നു. ആ മുദ്രകളിൽ ഈ രാജ്യത്തെ എത്രയോ മനുഷ്യർ വംശഹത്യയെയും കൊലപാതകങ്ങളെയും പ്രതിരോധിക്കുമ്പോൾ അതിലെ കച്ചവട താൽപര്യങ്ങൾ ഹിംസയും മാത്രമായി കണ്ടവരായിപ്പോയി നമ്മുടെ സർക്കാർ എന്നത് എത്രയോ ഖേദകരമായ കാര്യമാണ്. നമ്മളോടൊരു കുറ്റം ചെയ്യുന്ന രാജ്യമല്ല ഫലസ്തീൻ. അവിടുത്തെ ജനങ്ങൾ ആ രാജ്യവും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. ആ രാജ്യത്തിനാണ് ഈ ആയുധങ്ങൾ കൊല ചെയ്യാനായി വിറ്റത് എന്നതാണ് ഒരു പ്രധാന കാര്യം. നമുക്ക് തോന്നും അറബ് രാജ്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നല്ലോ, സ്നേഹിക്കുന്നല്ലോ. ഒരിക്കലും ഉണ്ടാവില്ല. ലോകത്ത് നീതിയോടൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ അതിനൊപ്പം നിൽക്കില്ല. സ്പെയിനും എന്തിന് UK പോലും കാണിച്ച ഒരു മര്യാദ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നതാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ശരിക്കും നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കണം. കാരണം പാകിസ്ഥാനെ ആക്രമിച്ച രാജ്യത്തിന് ആയുധം കൊടുത്താൽ നമുക്ക് പറയാം നമ്മുടെ പരമ്പരാഗത വൈരികളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇത് ലോകത്തെ ഹിംസയുടെ ഉറവിടമായ ഒരു രാജ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്ന, സഹായിക്കുന്നവരെ കൊല്ലാൻ പ്രേരിപ്പിച്ച ഒരു സർക്കാർ ഏത് പട്ടികയിലാണ് വരിക? കാലം കരുതി വെച്ചിട്ടുണ്ടാവും. ഇവർക്കൊക്കെ കണക്ക് ചോദിക്കാതെ കാലം ഒരിക്കലും കടന്നു പോകില്ല.